സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് ടൈറ്റൻ അലൻ എഫ് സി ഗേസ്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 3 തന്നെയാണ്. ഇന്നലെ നമ്മൾ കളിച്ചു, പക്ഷേ ഇന്നലെ നമ്മൾ കളിച്ചത് എക്സ്ട്രീം മോഡായിരുന്നു. എക്സ്ട്രീം മോഡ് ഞാൻ ഫസ്റ്റ് ടൈം കളിക്കുന്നതുകൊണ്ട് പറയില്ല, ഭയങ്കര പാടായിരുന്നു ഗേസ്. നമ്മൾ കളി തുടങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഓരോ സമയത്തും ഒന്നെങ്കിൽ അപ്പാപ്പൻ പുറകിൽ നിന്ന് വെടിയൊക്കെ വെച്ചിടുക. അമ്മാമയാണെങ്കിൽ ഓടിത്തോപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചത്തോടിയാലും അമ്മാമ്മ പുറകെ ഒന്ന് തലക്കടിക്കും. ഇത് എന്താണ് ഗേസ് ഇത്? ഞാൻ ഇന്നേ വരെ ഒരു ഗ്രാനിയിൽ ഒരു പ്രോ പ്ലെയറിനെ കണ്ടിട്ടില്ല, നമ്മുടെ ന്യൂ മാസ്റ്റർ അല്ലാതെ. ന്യൂ മാസ്റ്റർ പിന്നെ എല്ലാ കളിയിലും കയറി എല്ലാ ഗ്രാനിയും കയറി കളിക്കുന്നുണ്ടല്ലോ ഗേസ്. ഗ്രാനി റീമാസ്റ്റേർഡ് എഡിഷൻ അല്ലാത്തുള്ള ഗെയിമുകളെല്ലാം കയറി കളിക്കുന്നുണ്ടല്ലോ ഗേസ്. അതേപോലെ നമുക്കും കളിക്കണ്ട ഗേസ്. പവർ വരട്ടെ, പവർ ഗേസ്. ഞാൻ ആദ്യം ഈ മ്യൂസിക് ഒന്ന് ഓഫ് ആയിക്കോട്ടെ. ഓഫാണോ? ഓക്കെ ഗേസ്. അപ്പോൾ ഗേസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു, നമ്മൾ എക്സ്ട്രീം മോഡിൽ വിജയകരമായി തോറ്റു. അല്ലാതെ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്തായിരുന്നു ഗേസ്. അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. നമ്മൾ ട്രെയിൻ എസ്കേപ്പ് അല്ല ഗേസ്, ഗേറ്റ് എസ്കേപ്പ് ചെയ്തായിരുന്നു. അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ മാക്സിമം ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഗേസ് നമ്മൾ ഗ്രാനി ഇതെടുത്തത്. നമുക്ക് ഈസി മോഡ് കൊടുക്കണം, നോർമൽ കൊടുക്കണം. അക്കായി കവക്കമ്പോയി തത്തമ്മ തത്തമ്മ. അപ്പം ഇതല്ലേ കേസ്. അപ്പം നമുക്ക് ഈസി മോഡ് കൊടുക്കാം. അതായത് നോർമൽ വന്നാൽ പിന്നെ നമ്മൾ ഈസി മോഡ് കൊടുക്കണം. ഏത്? അത് നമുക്ക് ബോത്ത് ഗ്രാൻഡ് പ വേണോ, അതോ ഗ്രാനിയോ പയോ മാത്രം മതിയോ? സ്ലെൻഡറിനെ വേണ്ട കേസ്, സ്ലെൻഡറിനെ വേണ്ട. മൊത്തം ജംസ്കെയർ ആയിരിക്കും, പിടിക്കാൻ വരുമ്പോഴൊക്കെ ആയിരിക്കും. നമുക്ക് ബോത്ത് കൊടുക്കാം. എന്നാ പോട്ടെ, പാവങ്ങളല്ലേ, ജീവിച്ചു വെക്കോട്ടെ. ബോത്ത് സ്ലെൻഡറിന് ഇരിക്കട്ടെ കേസ്. നമ്മൾ ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഇത് നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. യെസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നിനി ഇൻട്രോ ഒന്നും കാണിക്കണ്ടല്ലോ അല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്കിപ്പ് ഇൻട്രോ കൊടുത്തേക്കാം. നിങ്ങൾ മറ്റേ വീഡിയോയിലൊക്കെ പോയി നോക്കിയാൽ മതി, ഇൻട്രോ ഒക്കെ കാണാം. ഇൻട്രോ ഞാൻ ഒന്നിലും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. നമുക്ക് നേരെ ലോക്ക് പിക്ക് എടുക്കാം. ഇവിടെ എൻ്റെ പൊന്നു, ഈ സാധനം തുറക്കാൻ ഭയങ്കര പാടാണ് കേസ്. രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഈസി മോഡാണ് എടുത്തേക്കുന്നത്. ആരെങ്കിലും വരുന്നുണ്ടോ എന്തോ, ഞാൻ നോക്കിയില്ല. നമുക്കെന്തായാലും നേരെ താഴെ പോയി മറ്റേ ഷുൻ ആപ്ലിക്കേഷൻ്റെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരെ ഇങ്ങോട്ട് വരുത്താം. ഇപ്പം ഈ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കും. തുറക്കടാ ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇതൊക്കെ ഗൈസ് നമുക്കിത് കിട്ടി. വെപ്പൺ കീ ഫസ്റ്റ് തന്നെ ഗൈസ്. വെപ്പൺ കീ ഗൈസ്, ലക്ക് അറ്റ് ഇറ്റ് സ്പീക്ക്. ഞാൻ എന്ത് പറയാനാണ് ഗൈസ്. നമുക്ക് ഇവിടെ ഓടി വന്നിട്ട് ഇതേ ഇവിടെ കീ അങ്ങിടാം. സൗണ്ട് കേൾപ്പിക്കട്ടെ. സൗണ്ട് കേൾപ്പിച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. എന്നിട്ട് ഗ്രാനിയും ഗ്രാൻഡ്പയും ഇങ്ങോട്ട് പോകുന്നത് വെയിറ്റ് ചെയ്യുക. അവരിങ്ങോട്ട് പോയില്ലെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഇവിടെ കുറച്ച് നേരം ഗ്രാൻഡ്പേ വന്നിട്ട് നമുക്ക് പോകാം ഗൈസിന്. നിങ്ങൾ ഗ്രാൻഡ്പേ വന്നിട്ടുള്ള വിഷ്വൽസ് ആണ് ഇനി പോയി കണ്ടിട്ടോ. ഓക്കെ ഗൈസ്, വന്നു ഗ്രാനി വന്നു. അധികം ടൈമൊന്നും എടുത്തില്ല. ഗ്രാനി അങ്ങോട്ട് പോയി. ഇനി അപ്സും കൂടെ വരാണ്ട്. അപ്സ് കണ്ടില്ലല്ലേ? കണ്ടോ? തള്ള കണ്ടോ? സൗണ്ട് ഇല്ലാത്ത എന്താ? മ്യൂസിക് ഓഫ് ആയിരുന്നോ? തേഞ്ഞ് തള്ളയുടെ ഗൗണിൻ്റെ അടിയിൽ പോയി വെപ്പൺ കീ. അപ്സ് വന്നില്ലേ? നിന്റെ തലയില് ഓടി. നമ്മളിവിടെ നിന്ന് കീ ഡ്രോപ്പ് ചെയ്ത് കളിക്കുക. കണ്ട് ഗൈസ്. ഇനി നമ്മൾ എങ്ങനെ പോകും? ഈ ഗ്രാൻഡ്പ എവിടെ? ഇവരെ ആരെയും കാണുന്നില്ല ഗൈസ്. നമുക്കെന്നാ ഒരു കാര്യം ചെയ്താലോ. നൈസ്, നേരെ ഡേഞ്ചറാണെന്ന്. ഗ്രാൻഡ്പ എപ്പോൾ വന്ന് ഗൈസ്? ഗ്രാൻഡ്പ വന്നായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ല. ഗ്രാൻഡ്പ വന്നായിരുന്നു ഗൈസ്. ഗ്രാനി വന്നു പക്ഷെ ഗ്രാൻഡ്പ
ഗ്രാൻഡ് പ വന്നില്ലല്ലോ അല്ലേ? വന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ് നമുക്ക് ഇവിടെ ഇച്ചിരി സൗണ്ട് കൂടുതലുണ്ടാക്കാം. അപ്പോൾ കിളവനോടെ വരും. നമ്മൾ ഒത്തിരി സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. വരേണ്ടതാണ്. കിളവൻ ഒന്ന് വരാവോ? ഗൈസ് ഇയാൾ വരുന്നില്ല. ഇപ്പോൾ തള്ള ഇങ്ങോട്ട് വരും. എനിക്കാണെങ്കിൽ ഇത് ഓടിപ്പോണം. നമുക്കെന്നാൽ പിന്നെ ഓടിയാലോ? ചത്ത്. ഗൈസ് ഞാനൊന്ന് മേളിൽ എത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ തന്നെ 5 മിനിറ്റ് ആയില്ലേ? ടൈം വേസ്റ്റ് നിങ്ങളെ ബോറടിപ്പിക്കാതെ ഞാൻ നേരെ മേളിൽ എത്തിയിട്ട് എന്ന് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത കേട്ടോ. എന്നിട്ട് ഗ്രാനി ഇവിടുന്ന് പോയെന്ന വിശ്വാസത്തിൽ ഞാൻ ഇറങ്ങുന്നു. പോയി കാണുമായിരിക്കും. ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ ഒളിച്ചിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഗൈസ് കളിക്കുന്നത്? ഇതാണ് ഗൈസ് ഞാൻ സ്ലെൻഡറിനെ വെച്ച് കളിക്കാത്തത്. മനസ്സിലായോ? പെട്ടെന്ന് ചാടി വരും. നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുവാണ് ഗൈസ്. കല്ലൊക്കെ പിറക്കിയിട്ട് നൈസിന് ചത്ത് ഗ്രാനി കുറേയുണ്ട്. ഈ സൈഡിൽ നിന്ന് അപ്പാപ്പനോട് വന്നാൽ വെട്ടിക്കാൻ സ്ഥലമുണ്ട്. കുഴപ്പമില്ല, വെട്ടിക്കാം. ഗ്രാനിക്ക് ഇത്ര സ്പീഡേ ഉള്ളൂ ഗായ്സ്. അപ്പാപ്പൻ വെടി വെച്ചിട്ട് ഗൈസ് ഞാൻ ഞാൻ അത് എടുത്ത വഴി ചെറുതായിട്ടൊന്ന് കട്ടായി പോയി ഗൈസ് വീഡിയോ. ഞാൻ അപ്പോഴത്തേന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പാപ്പൻ വന്ന് പുറകിൽ നിന്ന് അടിച്ചിട്ട് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഇനി നമ്മൾ ഓടിക്കളിക്കാൻ പോയി. നമ്മുടെ വെപ്പൺ കീ ഇവിടെ കിടക്കുന്നത് നോക്കട്ടെ. ഹൈ ഓടാടാ. ഞാൻ മടുത്തു ഗൈസ്. ഇങ്ങനെ നമ്മൾ വെറുതെ ഇരുന്ന് കളിയൊന്നുമില്ല. ഇറങ്ങി ഓടറാ. നേരെ പുറത്തോട്ട് ഇറങ്ങി ഓടിയാൽ മതി ഗൈസ്. ഇനി ഒന്നും നോക്കാനില്ല. തിരിഞ്ഞു നോക്കാതെ ഓടുവാണ് ഗൈസ് ഞാൻ. ആരേലും പുറകെ വന്നോട്ടെ. അപ്പാപ്പനെങ്കിൽ അപ്പാപ്പൻ, അമ്മമ്മയെങ്കിൽ അമ്മമ്മ, ആരേലും ഒക്കെ വാട്ടെ. ഞാൻ എന്തായാലും പുറത്തോട്ടിറങ്ങി ഓടുവാണ് ഗൈസ്. എൻ്റെ തോക്ക് എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. തോക്കല്ല, വെപ്പൺ എവിടെ കിടക്കുന്നതെന്ന് ഒരു പിടിയില്ല. വെപ്പൺ കീ എവിടെയായിരുന്നു ഞാൻ ചത്തത്? ഫ്രണ്ടിലായിരുന്നാന്ന് തോന്നുന്നു ഗൈസ്. അതാ കിടക്കുന്ന വെപ്പൺ കീ കിട്ടി. വേണ്ട. എൻ്റെ മോനെ, തള്ളയല്ലേ ആ വിദൂരതയിൽ നിന്ന് നോക്കുന്നത്? ഇതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ് ഫൈനലി വി ഗോട്ട് അവർ വെപ്പൺ കീ. എവിടെ ഗൈസ്? ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവാണ്. കല്ല് പോവാണ് ഗൈസ്. കല്ലെവിടെ? ഇവിടെ അതുകൊണ്ട് ഒരെണ്ണം മിന്നിക്കളിക്കുന്നു. നമുക്കത് പോയി എടുക്കാം ഗൈസ്. ഈ കല്ലധികം ഒന്നും ഇപ്പോൾ സ്പോണാവുന്നില്ലെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് കറങ്ങുക. ആകെ കിട്ടിയ ഒറ്റ കല്ല്, പിന്നെ കുറേ ഉണ്ടകളും. എവിടെ? അവിടെ ഒരെണ്ണമുണ്ട്. അവിടെ ഒരെണ്ണം ഞാൻ കണ്ടു. മിന്നിയില്ലെങ്കിൽ പോയി തീർന്നു ഗൈസ്. ഇവിടെ നിങ്ങളും കണ്ടേ. അമ്മാമ്മേ, കുടുക്കിട്ടിട്ട് പോയേക്കുവാണോ? ഞാനങ്ങോട്ട് വരത്തില്ല. ചമ്മിയില്ലേ? പോട്ടെ കേട്ടോ ഗൈസ്. അപ്പാപ്പനെ കാണാനില്ല. അപ്പാപ്പ എന്നെ ഒരെണ്ണം വെടിവെച്ചിട്ടിട്ട് പിന്നെ അയാളെ കാണുന്നു. അയാളുടെ തോക്ക് മേടിക്കണം ഗൈസ്. എനിക്ക് വാശിയായി. എവിടെ? അതെന്ത് ചെയ്യും? ഒരു കല്ലും കൂടെ ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. പോവായിരുന്നു. കിട്ടി. ഇപ്പം കിട്ടും. കിട്ടി. അയ്യോ, എടുത്തില്ല. കിട്ടി. കല്ല് കിട്ടി. പ്ലാങ്ക് അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. മറക്കല്ലേ, ഞാൻ മറക്കും. അയ്യോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, സിലിണ്ടറിനെ ഓഫാക്കാന്ന്. പെണ്ണുമ്പുള്ള ചുമ്മാ. അവിടെ ഒരു കല്ല്, അതുകൂടെ എടുത്തിട്ട് നമുക്ക് നേരെ പോകാം ഗൈസ്. 3 കല്ലായി കഴിഞ്ഞാലേ ഒരെണ്ണം മിസ്സായാലും നമുക്ക് ഓടേണ്ട ആവശ്യമില്ല. 2 എണ്ണം ഇട്ട് ബാക്കി തീർക്കാം. നമുക്ക് ഇവിടുന്ന് നേരെ ലിഫ്റ്റിയും കയറിയാലോ. ലിഫ്റ്റിൽ കറണ്ട് കാണുമോ? ഈസി മോഡിനകത്ത് കറണ്ട് കാണേണ്ടതാണ്. നമ്മൾ നേരെ ലിഫ്റ്റ് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം അപ്പാപ്പ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ രക്ഷപ്പെട്ട്. ഇവിടെ ഇറങ്ങടാ. ഇതിൻ്റെ ഇടയ്ക്കറി ഒളിക്കാൻ പറ്റുമോ? പറ്റും. അത്രയ്ക്കും തരം താഴ്ന്നിട്ടില്ല ഈ ഗ്രാനി. അപ്പാപ്പൻ തന്നെ കണ്ട്. ഉയ്യോ,
അങ്ങേര് വെടിവെച്ച് ഗൈസ്. ഗൈസ് നമുക്ക് മിണ്ടാതെ ഇവിടെ കയറിയിരിക്കാൻ ഗൈസ്. ഇതാണ് ഇങ്ങനെ കുഴപ്പം. ഇങ്ങനെ പുറകിൽ നിന്ന് അങ്ങ് വെടിവെച്ചിടും. കൊണ്ടുകഴിഞ്ഞാൽ സ്പോട്ടിൽ ചാവും. ഇയാൾ തോക്കെടുത്ത് വെടിവെക്കുമ്പോൾ അൺലിമിറ്റഡ് ഉണ്ടാ. നമ്മൾ വെടിവെക്കുമ്പോൾ ആകെ 2 ഉണ്ടാ. അത് ചില സമയത്ത് കാണും, ചില സമയത്ത് കാണത്തില്ല. അത് നല്ല പരിപാടി. അത് നല്ല കൂത്ത്. അയാൾ പോയി കാണുമെന്ന് ഞാൻ കരുതുന്നു. സൗണ്ടിന് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, സഹിച്ചേക്കണം. ബിക്കോസ് മൈക്ക് ചെറുതായിട്ട് തേഞ്ഞു. ബിക്കോസ് മൈക്ക് ചെറുതായിട്ടൊന്ന് പോയി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സൗണ്ടും ഒന്ന് പോയി. പനിയൊക്കെയാണ് ഗൈസ്. അപ്പം മഴക്കാലമൊക്കെ അല്ലേ ഗൈസ്, സ്റ്റേ സേഫ്. വീടിൻ്റെ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാൻ നിൽക്കല്ലേ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കണേ. എന്താ കോമു ഗൈസ്? കോമുവിനെ കാണാനില്ല. കോമു വെടിവെച്ചിട്ട് കോമു എവിടെ? കോമു മുഖം കഴുകുന്നോ? കോമുവിന് ഇപ്പം കൊടുക്കാവേ. മോനെടാ കോമു, വാ, ചായ ഇവിടെ വേണ്ടേ? കോമു, കോമു. ആ, കോമുവിനെ 1 ഷോട്ട്. ആ, വാ തള്ളേ, വാ തള്ളേ, തള്ളേ, വാ തള്ളേ. എവിടെ തള്ളേ? അയ്യോ ഗൈസ്, എൻ്റെ അത് താഴെ പോയി. കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ കൊണ്ടില്ല ഗൈസ്. ഓട്ടോമാറ്റിക്കായിട്ട് ചത്തു ഗൈസ്. ലാഗ് കാരണം എൻ്റെ നിന്ന് ചെറുതായിട്ടൊന്ന് താഴെ പോയായിരുന്നു. അപ്പാപ്പനെ അമ്മൂമ്മയും നമ്മൾ പൂശിയിട്ടുണ്ട്. ഇലക്ട്രിക് സ്വിച്ച് ഇതൊക്കെ നമുക്ക് എടുത്ത് താഴോട്ട് ഇടാം ഗൈസ്. ഇലക്ട്രിക് സ്വിച്ചൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയത്തില്ലേ, നമ്മുടെ ട്രെയിൻ എസ്കേപ്പിന് കറണ്ട് വരാനായിട്ട്. തോക്കൊക്കെ നമുക്ക് താഴെ കൊണ്ടുപോകാൻ ഗൈസ്. അതാ ഇവിടെ വെക്കുന്ന സേഫ് അല്ല. എന്തുകൊണ്ട് താഴെ കൊണ്ടുവന്നതാണ് നല്ലത്. ഇതിനകത്ത് എന്തുണ്ട്? ഓഹയാവരുതേ ഗൈസ്. ഇനി നമുക്ക് എവിടെ എല്ലായിടത്തും ഒന്ന് മേള് മാത്രം ഒന്ന് സെർച്ച് ചെയ്യാം ഗൈസ്. നമുക്ക് മേളിലൊക്കെ പെട്ടെന്ന് പോയി അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും ആ റൂമൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്യാം ഗൈസ്. ഇനി ഇതിന് എന്തെങ്കിലും കിട്ടേണ്ടതാണ്. പാഡ്ലോക്കി ആയിരിക്കും മിക്കവാറും. ആ, ഒന്നുമില്ല. പാഡ്ലോക്കിയെങ്കിലും താടോ ഗൈസ്. ഗൈസ് പെട്ടെന്ന് നമുക്ക് മേളിൽ കയറാം. ഇത് കാരണം ഇവിടെയൊക്കെ ആയിരിക്കും അമ്മാമ്മ സ്പോണാവുന്നത്. തേങ്ങ, കൊട്ടത്തേങ്ങ ഇവിടെ കിടക്കട്ടെ. കൊട്ടത്തേങ്ങ ഇങ്ങനെ വന്നേ. കൊട്ടത്തേങ്ങ നമുക്ക് നേരെ താഴോട്ട് കൊണ്ടുവിടാം ഗൈസ്. ഗൈസ് മാഞ്ഞു പോയോ ഗൈസ്? അവർ മാഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം വരും ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോയി തോക്കെടുക്കാം. തോക്കെടുത്തിട്ട് നേരെ തോക്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പകുതി ഗൈസ് വരാനുള്ള സമയമായോ? ഏയ് ആയി. സമയമായി ഗൈസ്. ഇപ്പം അമ്മാമ്മ വരും ഇവിടുന്നേലും. നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. പുറത്തോട്ട് പോയിട്ട് അപ്പുറം വഴി അടുക്കളയുടെ ഭാഗത്തൂടെ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഗൈസ്? ഞാൻ നോക്കിയായിരുന്നു, ഒന്നും ഓർമ്മയില്ല. നോക്കട്ടെ. ഇതിനകത്തൊന്നുമില്ല. സ്ലെൻഡോ, വേണ്ട മോളെ. കല്ലെടുത്തില്ലേ ഗൈസ്? ഇതാണ് ഗൈസ് പ്രശ്നം. ഭയങ്കര ലാഗാണ് ഈ ഗ്രാനി വെച്ച് കളിക്കുമ്പോഴും. എവിടെ തള്ളച്ചിമാരെവിടെ ഗൈസ്? അപ്പാപ്പൻ്റെ തോക്ക് നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഒരു പാതി സമാധാനം. ആ ഒരു ഇതിലാണ് ഗൈസ് നമ്മൾ കളിക്കുന്ന. ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ല. അതെന്താണ് അങ്ങനെ ഗൈസ്? ഫ്രീ ഫയറിനകത്ത് ഇരുന്ന് കളിക്കുന്ന നമുക്ക് ഇതിനകത്ത് ഇരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഗ്രാനി കൂട്ടാവുമെന്ന് അറിയത്തില്ല ഗൈസ്. ഗ്രാനി ആരാണത് ഗൈസ്? ഇവിടെ സൗണ്ട് കേൾക്കും കേട്ടോ. ഞാൻ ഇട്ട് ഇപ്പം ഗ്രാനി എണീക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. 2 പേരും എണീക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം 2 മിനിറ്റൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ 10-20 മിനിറ്റായി ഗൈസ്. നിങ്ങൾ 20 മിനിറ്റൊന്നും കാണത്തില്ല. ഞാൻ പകുതി കൂടുതലും കട്ട് ചെയ്ത് കളയും. കുറേ സ്ഥലത്ത് നമ്മൾ ലാഗ് അടിച്ചായിരുന്നു. അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. ശരിയാ, കട്ട് ചെയ്ത് നമുക്കങ്ങ് തീർത്ത് കളയാം. എവിടെ വന്ന് ഹെഡ് ഷോട്ട് അല്ലേ? ഹെഡ് ഷോട്ട് ഗൈസ്. അപ്പോൾ ഗ്രാനിനെ ഹെഡ് ഷോട്ട് അടിക്കുന്നതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഡിം കളവാ, നിൻ്റെ ഭാര്യയെ ഞാൻ കൊന്നു. നീ എവിടെടാ? വാടാ എടാ കളവാ, ഡേയ് വാടാ. ആഹാ ഐ സീ യു. പറയുന്നില്ലടാ, പറയടാ. നിൻ്റെ സാധനം ഞാൻ അടിച്ചു പൊട്ടിച്ച്.
പൊട്ടിക്കൂടാ ഞാൻ നിന്നെ. നമുക്കിവിടുന്ന് ഉണ്ട എടുത്തിട്ട് നേരെ തോക്ക് കൊണ്ടുപോവാം. വരൂ ഗൈസ്. സിലിണ്ടറിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. സിലിണ്ടറിനെ ഞാൻ കണ്ട പോലുമില്ല. സമയം കുറച്ചേ നമുക്കുള്ളൂ. അമ്മാമ്മ മാഞ്ഞ അതിന് മുന്നേ നമുക്ക് നേരെ ഈ കൊട്ടത്തേങ്ങ ഒന്ന് പൊതിക്കണം. കൊട്ടത്തേങ്ങ സമയം നമുക്ക് വളരെ തീരെ ഇല്ല ഗൈസ്, കുറവാണ്. അതുകൊണ്ട് നമുക്ക് നേരെ ഈ കൊട്ടത്തേങ്ങ പൊതിച്ചുകൊണ്ട് വരാം. ഇതിനകത്ത് എന്തുണ്ട്? സേഫ് കീ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് പിന്നെ തുറക്കാം. അതൊക്കെ പിന്നെ തുറക്കാം ഗൈസ്. ആദ്യം ഈ കൊട്ടത്തേങ്ങ പൊതിച്ച് ഇതിന്ന് കോയിനും എല്ലാം എടുക്കട്ടെ. പാഡ്ലോക്കി മാത്രം തരില്ല, കോയിൻ തന്നു. എത്ര വേണേലും തന്നു. കോയിൻ തന്നെ കിട്ടി ഗൈസ്. അപ്പോൾ പിന്നെ ഇന്ന് റോബോട്ടിനെ തല്ലി പൊളിക്കേണ്ട, സമാധാനമുണ്ട്. കോയിനൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവന്നിടാം. ഇവിടെ എന്നിട്ട് നേരെ തോക്കെടുത്ത് പിടിക്കാം ഗൈസ്. 2 സാധനമായിട്ടുണ്ട്. ട്രെയിൻ എസ്കേപ്പിനുള്ള ടിക്കറ്റും അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് സ്വിച്ചും, ഇനി ട്രെയിൻ കീ, ആക്സിലേറ്റർ. ഇത്രയല്ലേ വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ആയില്ലേ എന്നായെന്ന് ഞാൻ കരുതുന്നു ഗൈസ്. നമുക്ക് മേളിൽ കാക്കയുടെ അവിടെ പോയി നോക്കണ്ടേ? മാച്ചസ് എനിക്ക് വേണ്ട. കാക്കേനെ ഞാനിപ്പോൾ ഇതിട്ട് തീർക്കും. മാച്ചസിൻ്റെ ആവശ്യമില്ല എനിക്ക് ആക്ച്വലി. ഞാനിപ്പം ഇവിടെ ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഇതിനകത്ത് മൊത്തം പുക. എടാ ഇതിനകത്ത് എനിക്ക് മാച്ചസ് കൊണ്ടൊന്നും ചെയ്യാനില്ല, കാരണം എൻ്റെ തോക്കുണ്ട്. ഹാമർ ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ട്. ഹാമർ ഉണ്ടോ ഇതിൽ? സ്ലെൻഡു വേണ്ട. സ്ലെൻഡു എന്താണ് സ്ലെൻഡു ഇങ്ങനെ? സേഫ് കീ ഇട്ടിട്ടുണ്ട്. നമുക്ക് സേഫ് കീ എടുത്തുകൊണ്ട് പോകണം. എടുത്തുകൊണ്ട് പോയേക്കല്ലേ, പിന്നെ ഇതിൽ വരണോ? അതാണ് നല്ലത്. അപ്സ് എണീക്കാൻ സമയമായോ? അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എവിടെ വാ വാ വാ. എണീക്കാനുള്ള സമയം ആഗതമായില്ല എന്ന് തോന്നുന്നു. അവർക്ക് രണ്ടുപേർക്കും പ്രത്യേക സമയമൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് നേരെ സേഫ് കീ എടുക്കുക. അത് വേണ്ട, ഞാൻ പേടിച്ചില്ല. ഇതെടുക്കുക, ഇതിനകത്ത് ഒന്ന് തട്ടുക. നമുക്കിതിൻ്റെ മണ്ട ഇരിക്കുക. സേഫ് കീ ലാഗടിച്ച് പോകല്ലേ, പോയിക്കഴിഞ്ഞാൽ തീർന്നു. അയ്യോ ഗൈസ്, ഇത് ലാഗടിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോന്ന്. അടിച്ച് പോകാതിരുന്നാൽ മതിയായിരുന്നു. എനിക്കത്രേ ഉള്ളൂ. നമുക്ക് അയ്യോ സംസാരിച്ച് ഇങ്ങ് എത്തിയത് അറിഞ്ഞില്ല കേട്ടോ. കുഴപ്പമില്ല. തോക്ക് അവിടെ കിടക്ക്. തൽക്കാലത്തേക്ക് നമുക്ക് സേഫ് കീ ഇവിടുന്ന് നേരെ താഴോട്ട്. അവിടെ കിടക്കട്ടെ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇത് നമ്മുടെ ഗ്രാനി 1-ലും ഇല്ലേ? പക്ഷെ ഇത് തുറക്കാൻ പറ്റുമോ? ഇല്ലല്ല. പക്ഷെ ഗ്രാനി 2-ൽ ഗ്രാനി 2-ൽ തുറക്കാൻ പറ്റുമായിരുന്നു ഗൈസ്. ഇത് ആടൂ ഇല്ല. ഓൾഡ് ക്രിബ് എന്ത് കുന്തം? അതിനെ ക്രിബ് എന്നല്ലേ പറയുന്നത്? സപ്പാപ്പനും അമ്മാമ്മയും എണീക്കാനുള്ള ടൈം ആയില്ലെന്ന് ഞാൻ കരുതുന്നു. എണീറ്റിട്ടുണ്ടോ? ബാടാ. അമ്മാമ്മയോടെ? അമ്മാമ്മയോട് വരാൻ പറ. അമ്മാമ്മ, നിൻ്റെ ഭർത്താവിനെ ഞാൻ അടിച്ചിട്ടുണ്ട്. എവിടെയെന്ന് വെച്ചാൽ വാ, നിനക്ക് തരാം. ഓടി വാ, സമയമില്ല കളയാൻ. ഓടി വാ. ആകെ 2 മിനിറ്റത്തേനാ കളവൻ പോയേക്കുന്നത്. ഓടി വാ തള്ളേ. ICUവിൽ ഇപ്പം കൊണ്ടുവിടാം. വാ ഒന്ന് ഓടി വാ തള്ളേ. ICUവിൽ കൊണ്ടുപോവാന്നേ. അതിൻ്റെ ഇടയിൽ കൂടെ മെസ്സേജ്. തള്ളേ ഒന്ന് ഓടി വാ, ICUവിൽ പോകണ്ടേ? അവിടെയാണോ? ഉന്നം പിടിക്കട്ടെ. കൊടുത്ത് ഉണ്ടയില്ല കേസ്. ഉണ്ട മേളയില്ലേ? തള്ളയുടെ വിജയരമ്മ കുടുക്കിട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടത്. അയ്യോ, ഷൂട്ട് ബട്ടൺ ഞെക്കി. ഇപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന ഉള്ളതും കൂടെ പോയനെ. ഒന്നുമില്ലല്ലോ. ഓക്കെ, കൊട്ടത്തേങ്ങ കിട്ടിയായിരുന്നു അവിടുന്ന്. കൊട്ടത്തേങ്ങ. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ സമയമില്ല ഗൈസ്, അതാണ് വിഷയം. എന്തോ ചെയ്യാൻ നമ്മൾ വന്നേ? എന്തോ എടുക്കാനാ വന്നേ? സേഫ് കീ. പെട്ടെന്ന് നമുക്ക് സേഫ് തുറന്നു നോക്കാം ഗൈസ്. സേഫ് നമുക്ക് നല്ല സേഫായിട്ട് തുറന്നു നോക്കാം. സേഫിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം.
ഒന്ന് പെട്ടെന്ന് ബ്രിഡ്ജ് ക്രാങ്കൊന്നും ആയിരിക്കില്ലേ? തുറയടാ. ആന്ന്. ഷേ കേസ് ഞാൻ ആയിരിക്കില്ലേ എന്ന് പറഞ്ഞു. അത് തന്നെ. സാബാഷ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്? കൊട്ടത്തേങ്ങ പൊളിച്ച് ഇതിനകത്ത് ടെഡി ആയിരിക്കും. ടെഡി ഇല്ലേ? കേസ് ഇവിടെ ഒന്നുമില്ല. നമുക്ക് കാക്കയുടെ അങ്ങോട്ട് പോകണമല്ലേ? ഷെഡ് കീ ഒന്ന് തുറന്നു നോക്കാം. ഷെഡിയും ചിലപ്പം ഫ്യൂസ് ഒഴിച്ച് വേറെ എന്ത് കിട്ടിയാലും ഞാൻ സന്തുഷ്ടനാണ്. കാരണം ഇത്തവണ എനിക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവണ്ട. എനിക്ക് ട്രെയിൻ എസ്കേപ്പ് ആയാൽ മതി. ഗൈസ് പ്ലാങ്ക് ഇരിപ്പുണ്ടല്ലോ തറയില്ലേ താഴെ, അതൊക്കെ എടുത്തോണ്ട് വരണ്ടേ? നമുക്ക് ഇത് ആദ്യം കാക്കേനെ വെടി വെച്ചിട്ട് പോവാം. പിശാം കൊണ്ടില്ല. പിസാം. ട്രെയിൻക്ക് ഗൈസ് ഉപകാരമുള്ള സാധനം കുറേ നേരത്തിന് ശേഷം കിട്ടി കേട്ടോ. ഉള്ള കാര്യം പറയാം. ട്രെയിൻക്ക് നമുക്ക് ഇങ്ങോട്ടിടാം. എന്നിട്ട് നമുക്ക് ലിഫ്റ്റിനകത്ത് വിജയകരമായി കയറി പോവാം. ഉണ്ടയില്ല. ഉണ്ട എവിടെയായിരുന്നു? ശേഷം നമുക്ക് പയ്യെ മതി. ഇനി ഇത് തോക്ക് നമുക്ക് ഇങ്ങോട്ടിടാം. അത് കയറത്തില്ല. ട്രെയിനിക്ക് വാടാ. നമുക്ക് ഷെഡ് കീ അപ്പോൾ എവിടെ നിന്ന് കിട്ടും? ഷെഡ് കീ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ ട്രെയിൻ കീ ആണെങ്കിൽ നമുക്കിനി പാഡ്ലോക്ക് വേണോ? ആസ്കുലേറ്ററൂടെ പോരെ പോവാൻ? സൗണ്ട് ഇതൊക്കെ കേട്ട് ഗ്രാനി ഇപ്പം വരും. എന്ത് സൗണ്ടാണ് ഗൈസ്? ഒരേ ഒരുണ്ട. ഒരാളെ പൂശ. രണ്ടെണ്ണം ഉണ്ട്. രണ്ടുണ്ടയായിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നുമില്ല. പിന്നെ പ്ലാങ്ക് എടുക്കണം. ഇനിയിപ്പോൾ അതേ ഉള്ളു ഗൈസ് ഒരു വഴി. കാരണം എന്താണ്ട് നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് ഷെഡ് കീ കിട്ടിയില്ല. ക്രോബാറില്ല. ക്രോബാർ ഗൈസ്, ഷെഡ് കീ ഇപ്പം കിട്ടും ഗൈസ്. ക്രോബാറും കിട്ടും. എങ്ങനെയെന്നറിയില്ലേ? വാ പോയിട്ട് വരാം. ഞാനാണെങ്കിൽ അതങ്ങ് വിട്ടുപോയി ഗൈസ്. നമുക്ക് നേരെ താഴ്ത്തിവിടാം. എൻ്റെ പൊന്നോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്ന് തോക്ക് വലിച്ചു മേടിച്ച് എന്നിട്ട് ഒറ്റ വെടി. ഒരു ഹാർട്ട് അറ്റാക്ക്. ഗൈസ് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് എനിക്ക് വന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഫേസ്ബുക്കിൻ്റെ പരസ്യവും അതിൻ്റെ ഇടയിൽ കൂടെ ടെലഗ്രാമും എല്ലാം കൊണ്ടും ഈ കളി തോറ്റു ഗൈസ്. ഡേ 3 ഞാൻ അപ്പം വരുന്ന കണ്ടില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് വെപ്പൺ എടുത്തോണ്ടൊരു വെപ്പൺ അവിടെ എല്ലാവരും എവിടെ? അതിനകത്തുനിന്ന് ആക്സിലേറ്റർ ഇട്ട് നമ്മൾ എസ്കേപ്പ്. അയ്യോ ചത്തില്ല. ഓടിക്കോ. ഇനി ഇവിടെ നിൽക്കണ്ട ഗൈസ്. ഓടിക്കോ. ഞാൻ ഓടി ഓടറാ ഗൈസ്. അപ്പം വന്നാൽ ഞാൻ കണ്ടില്ല. ഞാനിവിടെ കുഞ്ഞിരുന്ന് ഗൈസ്. ഇതാണ് ഈ ഫോണിൽ കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം. പെട്ടെന്നൊരു സ്വിച്ച് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ PC-യിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാം ഗൈസ്. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കട്ടെ. കോയിൻ എടുത്തുകൊണ്ട് വന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാം പെട്ടെന്ന്. എന്നിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ തുറക്കും. ട്രെയിൻ തുറന്ന് നമ്മൾ ട്രെയിനിക്ക് കൊണ്ടുവെക്കും. എന്നിട്ട് ഇലക്ട്രിക് സ്വിച്ച് ഇട്ട് വലിക്കും. അപ്പം ആ ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കത്തില്ല. ട്രെയിനിന് കറണ്ട് വരും. എന്നിട്ട് പിന്നെ എന്തുവാ ചെയ്യണ്ടേ? അത് തന്നെ. എന്നിട്ട് ആക്സിലേറ്റർ. യെസ്, ഐ തിങ്ക് ആക്സിലേറ്റർ ഈസ് ഇൻ ദാറ്റ് റൂം. ട്രെയിനിൻ്റെ ഇപ്പുറത്തുള്ള റൂമിൽ നോക്കാം. എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ കളിക്കാനാണെങ്കിൽ. അപ്പൂപ്പൻ താങ്ക് യു, വെൽക്കം. ഓക്കെ. എൻ്റെ മോനെ ഈ തള്ളയും കളവിനോട് എന്നെ ഇന്ന് പഞ്ഞിക്കിടും. എൻ്റെ പൊന്നോളിയാ, എന്ത് ആയത്? ഭയങ്കര പ്രശ്നം കേസ്. എൻ്റെ അളിയ ഇന്ന് മൊത്തം ഇതായിരുന്നല്ലേ കേസ്. ഇന്നലെ 2 ദിവസം കൊണ്ട് കളിക്കുന്ന തള്ള പോയോ?
അതോ വന്നോ? ഗസ് എനിക്ക് തോന്നാണ്ട് ഈ റൂം ഉണ്ടോ? ഈ റൂം ഇതാണ്ട് ഞാനിങ്ങനെ കൊട്ടി കൊട്ടി കാണിച്ചു തരാം. ഈ റൂം അതിൻ്റെ അകത്താണ് ആക്സിലേറ്റർ എന്നെൻ്റെ മനസ്സ് എന്നോട് ബിതുങ്കെ പറയുന്നു. ഗൈസ് ഇപ്പം കിളവൻ ഇങ്ങോട്ട് വരും. തള്ള പോയി. തള്ള കുടുക്ക്. പെട്ടെന്ന് മാറ്റിയോ. അപ്പം തള്ള എന്തായാലും ഇങ്ങോട്ട് വരും. കാരണം നല്ല ശബ്ദം ഉണ്ടായത്. ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോയില്ലല്ലോ. അവിടെ ഞാൻ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇവിടുന്ന് നമുക്ക് നോക്കാം. അപ്പാപ്പനാവുന്ന തള്ളയല്ല. ചത്ത് അപ്പാപ്പൻ്റെ ആ തോക്ക് എങ്ങനെയും മേടിക്കണം. അത്ര നോക്കിയാൽ മതി. ഇനി നമുക്കിവിടെ കയറിയിരിക്കാം ഗൈസ്. അതാണ് സേഫ്. ഇനിയിപ്പോൾ താഴോട്ട് പോയി അപ്പാപ്പൻ വരുന്ന പോലും കാണത്തില്ല. അപ്പാപ്പൻ്റെ അമ്മൂമ്മേ ഇതാകുമ്പോൾ ഇവിടം വരെ വന്നാൽ കാണാമല്ലോ. ഈ 3 സുന കാരണം നമുക്ക് ഇങ്ങനെ ഇരിക്കണം. വേണ്ടല്ലോ, അത്രയൊന്നും കുഴപ്പമില്ല. ഗൈസ് ഇനിയിപ്പോൾ ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങുന്നുള്ളൂ. കാരണം ഇപ്പം തന്നെ ഡേ 3 ആയി. ഇനി സേഫായിട്ട് കളിക്കണം ഗൈസ്. ഇനി നമുക്ക് എങ്ങനെയല്ല ഒരു ആക്സിലേറ്റർ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ വെപ്പം മേളിൽ പോയി എടുക്കണം. അപ്പാപ്പൻ പോകുന്നതാണ്ടേ. അപ്പാപ്പൻ പോയി. ഇനി നമുക്ക് അമ്മാമ്മയും കൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ സെറ്റ്. ആദ്യമേ അവിടെ പോയി അങ്ങ് സൗണ്ട് ഉണ്ടാക്കിയതായിരുന്നല്ലേ. ആ സാധനം വെച്ച് മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്തോ ചെയ്യാനാ കേസ്. അത് എപ്പോഴും നമ്മുടെ സ്ലിംഗ് ഷോട്ടാണ് കേസ് നമുക്ക് നല്ലത്. അല്ല അപ്പാപ്പൻ്റെ തോക്ക് കൊള്ളത്തില്ല. അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാൽ മതി. നമ്മൾ ചത്ത അപ്പാപ്പൻ്റെ കിട്ടും. എന്നാലും അപ്പാപ്പൻ കണ്ട ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ എന്നെ കൊല്ലുന്നതിന് മുന്നേ എൻ്റെ നിന്ന് തോക്കെടുത്തത് കളവൻ കണ്ട ഇല്ലല്ലോ അല്ലേ. അതാ പോന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യും മല്ലയാ. ഇപ്പം തന്നെ എൻ്റെ റെക്കോർഡിങ് ടൈം 35.8 9 10 11 12 13. ഗൈസ് ഞാൻ മടുത്ത് ഗൈസ് കളിക്കാനായിട്ട്. ചാവാതെ എങ്ങനെയും ഒരു ട്രെയിൻ എസ്കേപ്പ് ചെയ്താൽ മതിയായിരുന്നു 1/2 മണിക്കൂറെങ്കിലും കൊണ്ട്. ഞാനിപ്പോൾ തന്നെ ഒരു 3/4 മണിക്കൂറായി. 40 മിനിറ്റോളമായി. പക്ഷെ നിങ്ങൾ അത്രയൊന്നും കാണത്തില്ല. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒത്തിരി എഫേർട്സ് ഉണ്ട് ഗൈസ്. ഗെയിമേഴ്സ് ഇൻ കേരള ടോപ്പ് 10 ഞാനുണ്ട്. ഞാനല്ലാതെ പിന്നെ ആര്? ഇതിനകത്ത് എന്തെങ്കിലും നോക്കി. കണ്ട് നേരെ താഴോട്ടിടാം. കാരണം മേളിൽ അപ്പാപ്പനോടുണ്ടെങ്കിലേ തേഞ്ഞ്. അതുകൊണ്ട് നമുക്ക് നേരെ താഴോട്ട് പോകാം. അതാണ് കൈ സേഫ്. കാരണം മേളിൽ എന്തായാലും അപ്പൂപ്പൻ കാണും. ഒന്നെങ്കിൽ അപ്പാപ്പൻ കിടന്ന് ചാച്ചുമായിരിക്കും, അല്ലെങ്കിൽ അപ്പാപ്പൻ അവിടെ റെയ്ഡിന് പോയതായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും കാണും. അതുകൊണ്ട് നമുക്ക് നേരെ താഴോട്ട് പോകുന്നതാണ് സേഫ്. എൻ്റെ പൊന്നു ഗൈസ്, ഇനി ഞാനിത് എന്ത് ചെയ്യും? എത്ര നേരമായി, മടുത്ത് ഗൈസ്. ഇപ്പം രാത്രി ഒരു ഇന്നലെ അല്ല, നമ്മൾ ഇന്ന് രാവിലെ തന്നെ, ഇന്ന് ഒരു വൈകുന്നേരമായിരുന്നു ഇന്ന് നമ്മൾ കളിച്ചത്. പക്ഷെ ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പം 12 മണിയായെന്ന് തോന്നുന്നു അല്ലേ. 12 മണിയോളം ആയെന്ന് തോന്നുന്നു. രാവിലെ കൊള്ളാം. രാത്രി അതായത് ഇപ്പം ശരി ഇന്നലെ തന്നെ കളിച്ചേ. കിളവിങ്ങോട്ട് വരുന്നില്ലല്ലോ. കൊച്ചു അതും പിടിച്ച് പോയോ അതറിയാൻ വയ്യ. ഗൈസ് കണ്ട ഗൈസ്, നിറച്ച് തുരുമ്പാണ്. നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ട് വേണം ഈ തുരുമ്പൊക്കെ മാറ്റി ഇതിനൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെക്കാൻ. കാരണം നമുക്ക് കുളിക്കാനുള്ള സ്ഥലം ഇല്ലേ. നമുക്കെന്തായാലും ഗൈസ് എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കണം. ലണ്ടു വേണ്ടടി, നിർത്തടി. ചേട്ടായിക്ക് വയ്യടി. ചത്ത് അപ്പാപ്പൻ വെടി വെച്ച് ചത്ത്. ഞാൻ പറഞ്ഞില്ലേ അപ്പാപ്പൻ മേളില്ല, തമ്പടിക്കുക. കിളവൻ വരൂ ഇങ്ങോട്ട്. വരില്ല. അതിൻ്റെ ഇടയിൽ കൂടെ പരസ്യമല്ല വന്ന് ചത്ത്. അപ്പാപ്പൻ ചുമ്മാ വെടി വെക്കുക. അയാളുടെ തോക്കുണ്ട്, അൺലിമിറ്റഡ് ഉണ്ട്. എത്ര വെടി വെച്ച് തീരുന്നില്ല. ഞാൻ ഈ ഒളിച്ചൊളിച്ച് മടുത്ത് കേസ്. ഒളിച്ചൊളിച്ച് എത്ര തവണയെന്ന് പറഞ്ഞാൽ ഈ ഒളിക്കുന്നത്. എനിക്ക് എൻ്റെ സ്ലിംഗ് ഷോട്ട് വേണം.
40 മിനിറ്റ് 45 മിനിറ്റായി ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും വന്നു. പക്ഷെ അപ്പാപ്പൻ നേരെ താഴോട്ട് വിട്ടായിരുന്നു. ഇപ്പം അപ്പാപ്പൻ നേരെ താഴെ പോയി ഗൈസ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി ഗൈസ്. കറക്റ്റ് 1.32 ഗൈസ്. അതായത് അല്ല അതായത് 1.5 മണിക്കൂർ കൂട്ടായില്ലല്ലോ, 32 സെക്കൻഡാണ് ഗൈസ്. സോറി, ഇപ്പം 32 മാറി, 30 സെക്കൻഡായി. എൻ്റെ പൊന്നെ ഗൈസേ, ഞാനിപ്പോൾ ഇത് മടുത്ത്. അതിൻ്റെ കൊടുത്തേണ്ട കണ്ട ഈ ടെലഗ്രാമിൽ നിന്നുള്ള മെസ്സേജ്. ഞാൻ ടെലഗ്രാം ഡിലീറ്റ് ആക്കാൻ പോകുന്നു ഗൈസ്. ഇങ്ങനെ വന്നാൽ ചുമ്മാ മെസ്സേജ് തുരുതുരാന്ന് വരിക ഗൈസ്, ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ. അത് വരുമ്പോൾ ഭയങ്കര ലാഗായിരിക്കും. ലാഗ് കണ്ട. ഞാനിവിടെ കളിക്കുമ്പോൾ എനിക്ക് നല്ല ലാഗ് ഫീൽ ചെയ്യുക. അതിൻ്റെ ലാഗ് അത് കുറച്ച് നേരം അങ്ങനെ നിൽക്കും. അടുത്ത വരിക കുറച്ച് നേരത്തിന് ഇങ്ങനെ അത് ലാഗാ. ഞാൻ രണ്ടും കൽപ്പിച്ച് നേരെ മേളിലോട്ട്. കിട്ടിയടാ. അയ്യോ കിട്ടിയില്ല. കിട്ടിയടാ. വാടാ കള്ളക്കളവാ. ആഹാ, മക്കൾ ചാച്ചു വന്നോ? മക്കളുടെ തോക്കിനി എടുക്കണ്ട. തോക്ക് 2 ഉണ്ട തന്നെ തന്നിട്ടുണ്ടല്ലേ. താങ്ക് യു. വാടി. കുറേ നേരത്തെ ദേഷ്യമാണ് കേസ്. എന്തുവായിരുന്നു നമ്മളെടുത്ത് മേളിൽ കൊണ്ട് വെക്കായിരുന്നത്? അയ്യോ, തോക്ക് മക്കൾ എടുക്കണ്ട. ചേട്ടാ എടുത്തോളാം, കുഴപ്പമില്ല. പോട്ടറാ മക്കളെ. ഒരു ഉണ്ട എടുത്ത് വെച്ചേക്കാം. നമുക്ക് നേരെ താഴെ പോയിട്ട് അത് പൊട്ടിച്ച് നോക്കണ്ടേ? വേണം. സിലിണ്ടു, നീ എനിക്ക് കളയാൻ സമയമില്ല. ഗസ് ഇതണ്ട ഗസ്, നമ്മൾ പിടിക്കുന്നിടത്തല്ല നിൽക്കുന്നേ. സിലിണ്ടു, എനിക്ക് കളയാൻ സമയമില്ല. നീ പോ. നിന്റെ ആവശ്യമില്ല എനിക്ക്. സെല്ലൊക്കെ അടച്ചിട്. ഓടിപ്പോ, സ്പീഡിൽ പോട്ടാ. ഗസ് നമുക്ക് നൈസ് ഇതങ്ങ് പൊട്ടിച്ചങ്ങ് കയറാം. ഗസ് ഇതിൽ നിന്ന് ഫ്യൂസായി ഷെഡ് കീയടാ. പോടാ. ഞാൻ ഒത്തിരി പ്രതീക്ഷടാ. ഷെഡ് കീ ഫയർവുഡ്. പോടാ. നിക്ക്. യെസ്, നമുക്ക് ഷെഡ് തുറന്നിട്ട് വരാമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. ഷെഡിനകത്തായിരിക്കും ഇനി ആക്സിലേറ്റർ. അത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഷെഡിനകത്ത് നിന്ന് മിക്കവാറൊക്കെ ഫ്യൂസാണ് കേസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും. അതാണെങ്കിൽ എനിക്ക് വയ്യ കേസ്, ഞാൻ നിർത്തുക. അതാണെങ്കിൽ ചുമ്മാ ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി തുറക്കാനുള്ള? ഞാൻ പ്ലാങ്ക് വെക്കാനുണ്ട്. പ്ലാങ്ക് വെച്ചാൽ എന്തോ കിട്ടാനേ ഇനി? ഇനി അതുകൂടെ ഉള്ളെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഓപ്ഷൻ പ്ലാങ്ക് വെച്ചില്ല, അത് വേറെ സത്യം. ടെഡി. ടെഡി ഓ, കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കണം. അല്ല പിന്നെ ട്രെയിൻ കീ ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ അത് മറന്നുപോയി. അയ്യോ, ചത്ത്. ട്രെയിൻ കീ എവിടെ? അതാണ്ട് ട്രെയിൻ കീ വന്ന് കൂടെ. ഹായ്, ഹലോ. അയ്യോ ഗസ്, ട്രെയിൻ കീ എൻ്റെ അകത്തോട്ടൊക്കെ കയറിപ്പോയി. ഗ്രാൻഡ് പേ എണീറ്റിട്ടുണ്ട് ഗസ്. നമ്മുടെ വെപ്പൺ ഗ്രാൻഡ് പേടയിൽ തോക്ക് കിട്ടിയെന്ന് മാത്രം പറയല്ലേ. കാരണം ഞാൻ അത് എവിടെയായിരുന്നു ഇട്ടേ? താഴെ അല്ലായിരുന്നു. യെസ്, ഇപ്പം ഗ്രാനിയുടെയും ഗ്രാൻഡ് പേടയും എവിടെ? അവർ രണ്ടുപേരും കണ്ണ് ചുമന്നിരിക്കാനാണ് സാധ്യത. എവിടാ? യെസ്, ഗ്രാൻഡ് പേൻ ചത്തു. ഷിറ്റ് യു. പോടായിരുന്നു. എടാ, നിൻ്റെ തോക്കില്ലടാ പൊട്ടങ്ങണാപ്പൻ. ഹലോ. ഗ്രാനി എന്ത് ചെയ്തു? ഗ്രാനി എണീറ്റ് ചെയ്യാൻ സമയമായില്ല. അതെ.
ഗേസ് നമ്മൾ നേരെ മേളിലോട്ട് കയറണം ഗേസ്. കുറച്ച് നേരം സംസാരിക്കാതിരിക്കുന്നത് സോറി ഗേസ്. ഞാനാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഇരിക്കുമായിരുന്നു ഗേസ്. നേരെ മേളിൽ കയറാം. മേളി ടോപ്പി പോടാ. മിക്കവാറും ഇവള് പാഡ്ലോക്കി ആയിരിക്കും ഡ്രോപ്പ് ചെയ്യുന്നത്. കാരണം അത് മാത്രം കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്തോ ഒരു ഓപ്ഷൻ. ഇനിയിപ്പം ഇതിനകത്തുനിന്ന് പാഡ്ലോക്കി കിട്ടുവാണെങ്കിൽ ഇവിടെ ഒന്ന് ഒരെണ്ണം തുറന്നു നോക്കണുണ്ട്. ഒന്ന് താട്ടറി പെട്ടെന്ന്. നിൻ്റെ ഇവളെന്ത് കാണിക്കുന്നത്? നീ ഇപ്പം ഒന്ന് പെട്ടെന്ന് പോഹയാവ്. തന്നു പാഡ്ലോക്കി. ഞാൻ പറഞ്ഞില്ലേ അതേ കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം എനിക്ക് അതാ കിട്ടുന്നത് മിക്ക. കണ്ടോ ഗേസ്, പാഡ്ലോക്ക് കിട്ടി. ഒടിഞ്ഞ കസാര. നമുക്ക് നമ്മുടെ ഗൺ ഇതുവഴി ഇറങ്ങുന്നതല്ലേ സേഫ്. എവിടെ കണ്ടേ? അപ്പം ഇതുവഴി ഇറങ്ങണ്ടേ? നമുക്ക് നേരെ താഴെ വഴി പോവാം. അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അതെ ഇറങ്ങിക്കോ. മേളിലോട്ട് എന്തോ ഉണ്ട്. മേളിൽ എന്താണ് ആ കാണുന്നത്? പെട്ടെന്ന് ഇവിടെയല്ലേ ഞാൻ തള്ളിനെ വെച്ച് കണ്ടത്. ദേണ്ട അതെന്താണ് കിടക്കുന്നത്? പാഡിലുള്ള ഗസ് ട്രെയിൻ കീ ഇവിടെ ഉണ്ട്. ഓക്കെ യെസ് മൈ മിസ്റ്റേക്ക്. ഞാൻ വിചാരിച്ചു ട്രെയിൻ കീ ഞാൻ കളഞ്ഞു വീണ്ടും. യെസ് ട്രെയിൻ കീ എടുക്കുന്നതിന് മുന്നേ നമുക്ക് നേരെ പുറത്തോട്ടൊന്ന് പോകണം. ബിക്കോസ് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയുന്നത് എനിക്കറിയില്ല. കാരണം അതുകൊണ്ട് തന്നെ അപ്പാപ്പൻ്റെ കയ്യിൽ ഇപ്പോൾ തോക്ക് കിട്ടി കാണുമോ എന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അത് താഴെയാണ് ഇട്ടിരുന്നത്. അതെന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വിടാം. ഒന്നും നോക്കണ്ട താഴോട്ട് വിട്ടു. പക്ഷെ അപ്പാപ്പ ഇവിടെ നിന്ന് വരരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇവിടെ ഇല്ലല്ലോ അല്ലേ അപ്പാപ്പ? ഞോ കിട്ടിയടാ. ഷോർട്ട് ഗണ്ണ് കിട്ടിയടാ. വാടാ ഒരാൾ വന്നാൽ മതി. ഒരേ ഒരാൾ. രണ്ടാളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. വാ ഒരാൾ വാ. ഒരാൾ വാ. കാരണം അത്രേ എൻ്റെ ഉള്ളൂ. പാഡ്ലോക്കി തുറക്കാനുള്ളതൊക്കെ എൻ്റെ ഇതുണ്ട്. പക്ഷേ ഗ്രാനി ഒന്ന് അസലായിട്ടുണ്ട്. ബൈ യെസ്. ഇനി നമുക്ക് എന്തോ എടുക്കണം? ഇനി ഇതെടുക്കാം. എന്നിട്ട് നേരെ നമ്മൾ നേരെ തോക്കെടുത്തിട്ടുണ്ട്. വരുമോയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നമ്മൾ എന്തായാലും അപ്പാപ്പനെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എൻ്റെ ഉണ്ടയില്ല. അപ്പാപ്പൻ വരരുതേ പ്ലീസ്. അപ്പാപ്പ വരല്ലേ. വന്നില്ല. ഇതിപ്പോഴേ എടുക്കണോ? വേണ്ട ഗൈസ് നമുക്ക് ആദ്യം പോയി ഒരു ഉണ്ട സെറ്റ് ചെയ്യണം. അല്ലേ നമുക്കിനി ഇത് നൈസ് എടുത്താണ്ട് ഇങ്ങോട്ടെടുത്തങ്ങ് ഇടുക. ഇങ്ങോട്ടല്ല, ഡിക്കിയിലിട്ട് പൂട്ടാം. ഡിക്കിയിലേ നമ്മുടെ സ്ലിംഗ് ഷോട്ട് അങ്ങ് പോയി എടുക്കാം. അവിടെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ലിംഗ് ഷോട്ട് എടുക്കാം. സ്ലിംഗ് ഷോട്ട് എവിടെയെന്ന് മറന്നുപോയി. പക്ഷേ ഞാനൊന്നും പറയുന്നില്ലടാ കളവാ. പറഞ്ഞാൽ കൂടിപ്പോവും. ഗൈസ് ഇയാൾ കുറേ നേരമായിട്ട് ഓടിച്ച് കളിക്കുക. നമുക്ക് ആ ആക്സിലേറ്റർ കിട്ടി കഴിഞ്ഞാൽ പോവായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചാൽ മതി. കളവ ഇങ്ങോട്ട് വരുമോ? ഈ ഫയർവുഡ് സാധനം വെച്ച് ഞാൻ എന്തോ കാണിക്കാനാ? ആണ്ടേ എടുക്കണ്ടായിരുന്നു തേങ്ങാക്കൊല. ഇനി എടുത്തും പോയി. ഗൈസ് ക്രോബാർ എടുക്കാം. ക്രോബാർ എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മളെന്തായാലും ഇതെന്തായാലും ഇന്ന് ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നമ്മൾ ക്രോബാർ എടുത്തിട്ടുണ്ട്. ഗൈസ് ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. വിഷമിക്കുന്നല്ല, നിങ്ങൾ എന്താണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കാരണം നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് മാക്സിമം പ്ലാങ്ക് എടുക്കാം. അല്ലെ പ്ലാങ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേറൊന്നും കരുതല്ലേ ഗൈസ്. നമ്മൾ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടി പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് നമ്മൾ കുറേ സമയം ഞാൻ വെറുതെ കളഞ്ഞ്, അതെനിക്കറിയാം. പക്ഷേ ഗൈസ് നമുക്ക് വേറെ വഴിയില്ല ഗൈസ്. സമയം ഒത്തിരി കളഞ്ഞു. അതുമാത്രമല്ല ഗൈസ്, തോക്കിനാണെങ്കിൽ അധികം ഉണ്ടയില്ല. തോക്കിനിപ്പോൾ ഞാൻ ഇത്രയും നേരം നോക്കിയിട്ട് ഒറ്റ ഉണ്ട മാത്രമേ ആ കിച്ചണിൽ ഇരിക്കുന്നേ കണ്ടോളൂ. വേറെ ഉണ്ടയൊന്നും ഇല്ല.
നമുക്ക് ഇനി ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആക്സിലേറ്റർ, ഇപ്പം ഇതിൽ നിന്ന് വല്ല ഫ്യൂസ് വല്ലതും ആണെങ്കിൽ തീർന്നു കേസ്. ഒന്നുകിൽ ആക്സിലേറ്റർ കിട്ടാൻ ഇത് പൊളിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലാങ്ക് കൊണ്ട് വെച്ച് ജനറേറ്റർ കേബിൾ ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ വെറുക്കുന്നതിൻ്റെ കാര്യം. ഇത് തെറിച്ച് പോ, വേണ്ട നിന്നെ ഇത്. എനിക്ക് ജനറേറ്റർ കേബിൾ വെച്ച് ഞാൻ എന്തോ കാണിക്കാനാ. എന്തായാലും പോട്ടെ, നമുക്ക് മറ്റേ പ്ലാങ്ക് എടുത്തുകൊണ്ട് വരാം. അതേ ഉള്ളൂ ഇനി വഴി. പക്ഷെ അപ്പാപ്പൻ അമ്മമ്മൊന്നും മയക്കി കിടത്തണോ? അതിന് എൻ്റെ മറ്റേ സാധനം എവിടെയെന്ന് അറിയത്തില്ലല്ലോ, അതല്ല വിഷയം. ഐ സി പോയി കിടക്ക്, ഓടിച്ചൊല്ല്, ഇപ്പം തരാം. മറ്റേ സാധനം എവിടെ? ഓട്, ഇനി അതേ നടക്കൂ. ഇനി ഉസൈൻ ബോൾട്ട് ആവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉസൈൻ ബോൾട്ട് ആയിട്ടും അയ്യോ അപ്പാപ്പൻ താഴെന്ന് തോന്നുന്നു. ഐസ് അപ്പാപ്പൻ താഴെന്ന് തോന്നുന്നു, കാരണം ഞാൻ അപ്പാപ്പനെ മേളിൽ കണ്ടില്ല. അപ്പാപ്പൻ താഴെയാ. അപ്പാപ്പ താഴെ ആയിരിക്കില്ലേ, മേളിലാവണേ കേട്ടോ. നമ്മളുള്ള മറ്റേ ഏത് നമ്മൾ തമ്മിൽ ഭയങ്കര ബന്ധമില്ലായിരുന്നോ പണ്ട്? നമ്മൾ ഒരുമിച്ച് താമസിച്ചേക്കെയാ, മറക്കല്ലേ. അപ്പാപ്പൻ അങ്ങനെ എന്നോട് ചതിക്കത്തില്ല ഗൈസ്. ഗൈസ് കേറുന്നില്ല. ഇതൊന്നും കുന്തം കണ്ടോ ഗൈസ്? ഇതെന്താണ്? ഇന്നത്തെ ഈ കളി മൊത്തം തേഞ്ഞ് ഗൈസ്. മൊത്തത്തിൽ ഒരിതായിരുന്നു ഗൈസ്. ഇന്ന് മൊത്തം അമ്മാമ്മ വരുന്നുമില്ല. ഞാൻ എൻ്റെ ഷോപ്പ് ഇപ്പം അടയ്ക്കും. ഓപ്പണാണ് ഷോപ്പ്, ഓടി വാ. അമ്മാമ്മയ്ക്ക് മനസ്സിലായി ഗൈസ് നമ്മുടെ പ്ലാനൊക്കെ, അതുകൊണ്ട് അമ്മാമ്മ നിർത്തിപ്പോയി. ഇവിടെ മണിയുള്ള അല്ലേ, അമ്മാമ്മ വന്ന്. അതെന്താണ് കേസ് അത്? എന്തേലും ഓട്ടെ, നമുക്കെന്തായാലും മേളിലേക്ക് പോവാം. അമ്മാമ്മ താഴെ സ്ഥിതിക്ക് അപ്പാപ്പൻ മേളിലാണ്. അമ്മാമ്മ താഴെയാണ് കേസ്, അമ്മാമ്മ താഴെയാണ്. ഞാൻ കുടുക്കിടുന്ന ശബ്ദം കേട്ടു. ചത്തു. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗൈസ്. വിജയകരമായി നമ്മൾ ചത്തു. നമ്മുടെ അതെ നമ്മുടെ 4ാമത്തെ ദിവസത്തിൽ നമ്മൾ ചത്തു വിജയകരമായി. നമുക്കിനി ഒന്നും നോക്കാനില്ല, ഓടുക, വെപ്പൺ എടുക്കുക, അടിച്ചിടുക, തീർക്കുക. 3 കല്ല് ഇവിടെ പാവയ്ക്കാണെങ്കിൽ ഇരിക്കുക ഗൈസ്. എങ്ങനെയാലും പെട്ടെന്ന് ഗൈസ്, ഇനിയിപ്പോൾ സമയം കളയല്ലേ. താമസിച്ച് 40. ഞാൻ ഇത് മിനിമം ഒരു 40 മിനിറ്റെങ്കിലും ആക്കാൻ നോക്കട്ടെ ഗൈസ് വീഡിയോ. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യല്ല എടുക്കാൻ പറഞ്ഞിട്ട് 1 മണിക്കൂറാണ് ഗൈസ്. എവിടെ സ്ലിംഗ് ഷോട്ട് എവിടെയെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ എവിടെയാന്നൊരു പിടി. തോക്ക് കിട്ടി, പക്ഷെ തോക്കിനകത്ത് ഉണ്ടയില്ല. സ്ലിംഗ് ഷോട്ട് എവിടെയാണ് ഗൈസ് ഞാൻ ഇട്ടത്? ഗൈസ് ഞാൻ സ്ലിംഗ് ഷോട്ട് എവിടെയാണ് ഇട്ടത്? സ്ലിംഗ് ഷോട്ട് എവിടെ ഇട്ടതെന്ന് മറന്നുപോയി ഗൈസ്. അയ്യോ, എന്തായാലും ആ മേൽവശത്തില്ല. നമുക്ക് ലിഫ്റ്റ് കയറി 2ാമത്തെ നിലയൊന്ന് നോക്കാം. പിന്നെ അതൊക്കെ ഉള്ളു ഗൈസ് എൻ്റെ ഉള്ള ആകെയുള്ള ഇതെന്ന് പറയുന്നത്. കാരണം സ്ലിംഗ് ഷോട്ട് ഞാൻ എവിടെ ഇട്ടെന്ന് മറന്നുപോയി. അത് സ്ലിംഗ് ഷോട്ടാണോ ഗൈസ്? സ്ലിംഗ് ഷോട്ട് എവിടെ ഗൈസ്? ഞാൻ മറന്നുപോയി. അയ്യോ, സ്ലിംഗ് ഷോട്ട് ഇവിടെ ഇല്ല. കിട്ടി. വാ, കിട്ടി ബാ. ആദ്യം വേണ്ട ആർക്കാണോ വരുവാ. ആദ്യം ഞാൻ ആ കള്ളക്കിളവനല്ല, കള്ളക്കിളവയ്ക്ക് കൊടുക്കുക. ഹെഡ് ഷോട്ട്. കിട്ടി. ഒരാൾ അയാൾ എവിടെ? വരാൻ പറ അയാളോട്. എന്നെ കുറേ ഓടിച്ചതല്ലേ. അയാൾ മേളിലാവാൻ സാധ്യതയില്ല, കാരണം ഞാൻ അയാളെ എവിടെ നിന്നായിരുന്നു അടിച്ചിട്ടേ, മേളിൽ നിന്നായിരുന്നു ഗൈസ്. അയാളോട് വന്നിട്ട് നമുക്ക് നേരെ പ്ലാങ്ക് എടുത്ത് വെക്കാൻ പോവാം. നേരെ പ്ലാങ്ക്, മിഷൻ പ്ലാങ്ക് എക്സിക്യൂട്ടീവ്, അത്രേ ഉള്ളൂ. അയാളെവിടെ? അയാളാണ് എന്നെ കഴിഞ്ഞ തവണ കൊന്നത്. അയാൾ വെടിയൊക്കെ. അയ്യോ, അയാളിതാ വെടി എൻ്റെ ദേഹത്ത് കൊണ്ടേനെ. അതിന് മുന്നേ ഞാൻ അയ്യോ, ഇയാളുടെ തോക്കടറാ.
ഉണ്ടയില്ല, പിന്നെ നീ എന്തിനാടാ അത് കൊണ്ട് നടക്കുന്നേ? നാണമില്ലടാ നിനക്ക്? ഗേസ് ഗേസ് അയാൾ എണീറ്റോ? മാറാ. തല പൊളിയട്ടെ, തല എവിടെ? പ്ലാങ്ക് എവിടെ? പ്ലാങ്ക് ബാക്കിലല്ലായിരുന്നു. നമുക്ക് നേരെ പോയി പ്ലാങ്ക് എടുക്കുക, ലിഫ്റ്റ് കയറുക, രണ്ടാമത്തേലേക്ക് കയറുക, നേരെ മെളുപ്പുക. അത്രേ ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. ഇനിയും കേസ് ആക്സിലേറ്റർ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി എവിടെ പോയി തപ്പാനാ? എല്ലാം തപ്പി, പറ്റുന്നത്രയും തപ്പി, എല്ലായിടത്തും തപ്പി. ദബ്ദവിധം. ഞാൻ എല്ലായിടത്തും തപ്പി. ഇനി എനിക്ക് തപ്പാനായിട്ട് ഒരു സ്ഥലമില്ല. എൻ്റെ ഞാൻ എല്ലായിടത്തും തപ്പി. ഒരുമാതിരി അടങ്ങേറെ പരിപാടി. ഞാൻ ഇത് ക്ഷീണിച്ച് കളിച്ച് നിർത്തിയാലോ എന്ന് തന്നെ ആലോചിക്കുക. ഇനി ലിഫ്റ്റ് വരുമ്പോൾ നാളെയാവും. പെട്ടെന്നൊന്ന് വാ ലിഫ്റ്റേ. രണ്ടാമത്തെ നില വരെ പോയാൽ മതിയായിരുന്നു. വേണേൽ ലിഫ്റ്റ് യൂസ് ചെയ്യാതിരിക്കായിരുന്നു. നമുക്ക് ഓടിയങ്ങ് പോവായിരുന്നു. 2 മിനിറ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. പെട്ടെന്ന് കയറിക്കോ. ഒന്ന് തുറക്കണം. ചുമ്മാ പോ 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 ഞാൻ ഞെക്കി പിടിച്ചേക്കും ഇതിനകത്ത്. പോ പോടാ. മേളിച്ചെന്ന് നേരെ കൊണ്ട് പ്ലാങ്ക് വെക്കട്ടെ. നേരെ പ്ലാങ്ക് വെക്കട്ടെ. ഓടിപ്പോയി പ്ലാങ്കി നിൽക്കാതെ പ്ലാങ്ക് വെക്ക്. എനിക്കാണ് ഇതിന് ഇച്ചിരി ബാലൻസ് കുറവ്, അതുകൊണ്ട് നമുക്ക് ഇരുന്നങ്ങ് പോവാം. ഓക്കെ എത്തി. ഗേസ് ഇവിടെ ആക്സിലേറ്റർ ആണോ? ഗേസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിടെ ആരുമില്ല, ഞാൻ തന്നെ ഇടാം ഗേസ്. ഞാൻ തന്നെ ഇട്ട് ഗേസ്. പോരെ ഗേസ്? നമുക്ക് നേരെ താഴ്ത്തിടാം. ആദ്യം തന്നെ കുയിൻ എടുക്കാം. കുയിൻ എടുക്കുക. തോക്കൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പം ഇനി ചത്ത്. ഉണ്ടയില്ല. ഉണ്ട എടുത്തോണ്ടിരാ. അമ്മമ്മനെ അപ്പം ഒരു റൗണ്ട് ഇവിടെ കേട്ട് കറക്കാപ്പോഴത്തേന് ഉണ്ടയിട്. സമാധാനത്തിൽ കളിച്ചാൽ മതി. അമ്മാമ്മ വാടി ഇതാണ്ട് ഇവിടെ. ഹെഡ് ഷോട്ട്. അമ്മാമ്മ ചത്തു. ഇനി ഉണ്ട എടുക്കട്ടെ. ഉണ്ട എവിടെ? ഉണ്ട പിന്നെ എടുക്കാം കേസ്. അല്ലെങ്കിൽ നമുക്ക് നേരെ കോയിൻ വെക്കുക. പെട്ടെന്ന് എടുക്കടാവുന്നു. അപ്പം മേളിലാണ് സ്പോണാവുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം അമ്മാമ്മ ഇപ്പോൾ സ്പോണാവുമല്ലോ പറഞ്ഞ പോലെ. ശരിയത്, അമ്മാമ്മ ഇപ്പോൾ സ്പോണാവും. അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് നേരെ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് ട്രെയിൻ കീ എടുത്തോണ്ടിരാം. ട്രെയിൻ കീ എവിടെയായിരുന്നു കിടക്കുന്നത്? അവിടെ അല്ലേ? ആ കിച്ചണിലല്ലേ? അത് പിന്നെ ലാസ്റ്റ് എടുക്കാം. അത് നമുക്ക് ആസ്കുലേറ്റർ. താൻ പോടോ തൻ്റെ തോക്കം കൊണ്ട്. ഞാൻ ട്രെയിനിൽ കയറി ഒളിച്ചിരിക്കാൻ പോകുന്നു. ഗസ് ഉണ്ട എടുത്ത് വെക്കണ്ടായിരുന്നു. മൈ മിസ്റ്റേക്ക്, സോറി. ഇപ്പം അയാൾ വരും. അയാളുടെ തോക്കൊണ്ട് തേഞ്ഞു. കാരണം പക്ഷെ അതിനകത്ത് ഉണ്ടയില്ല. അയ്യോ, നമുക്ക് വെടിയൊക്കെ ഉണ്ടയില്ല, പക്ഷെ അയാൾക്ക് അൺലിമിറ്റഡ് ഉണ്ടയാണ് ഗേസ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മെസ്സേജ് വരുന്ന സംഭവമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഇപ്പം എത്ര 50 മിനിറ്റ് പ്ലസ് മിനിമം ഇച്ചിരി ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും. കാരണം എനിക്കൊരു 50 മിനിറ്റെങ്കിലും ഈ മിനിമം വീഡിയോ വെക്കണം. കാരണം ഇതിനകത്ത് ഹൈലൈറ്റ്സ് എല്ലാം കൂടെ വെച്ച് പെട്ടെന്ന് നമുക്ക് ഇവനെ ഇത് കാണിക്കാം. എന്നാടാ ടിക്കറ്റ്? തുറക്കടാ. താങ്ക് യു. ട്രെയിൻ തുറന്നു കേസ്. നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിൻ തുറക്കുന്നത്. ഉള്ള കാര്യം പറയാം കേസ്. ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിൻ തുറക്കുന്നത്. ട്രെയിനിൻ്റെ ക്യാബിൻ തുറന്ന് ആക്സിലേറ്റർ വെച്ച്. ട്രെയിനിന് പവറില്ല. അതിനായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് തുറക്കുന്നത്? ഇതിനെ തുറന്നു കേസ്. നമുക്ക് ഇതൊന്ന് താക്കണം. ഇനി നമുക്ക് മറ്റേ ഇലക്ട്രിക് സ്വിച്ച് എടുത്തുകൊണ്ട് വരണ്ടേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തള്ള എണീക്കാനുള്ള സമയമായിട്ടുണ്ട്.
കിളവന് എണീറ്റു ഞാൻ പിന്നെ കൊന്നില്ല. തള്ള എണീക്കാനുള്ള സമയമായിട്ടുണ്ട്. സൗണ്ടും കേട്ടിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. അപ്പം നമുക്ക് നേരെ ആ ഇലക്ട്രിക് സ്വിച്ച് എടുത്തുകൊണ്ട് വരാം. ചത്ത് അല്ല തോക്കുണ്ട്, വിത്ത് അൺലിമിറ്റഡ് ഉണ്ടാ. ചത്ത് 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 ചത്ത്. ഇനിയിപ്പം ഗ്യാസ് ഇത് 4ാമത്തെ ദിവസമാണോ 5ാമത്തെ ദിവസമാണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ചത്ത് ചത്ത്. എൻ്റെ കൂട്ടുകാരൻ ആരോമൽ എൻ്റെ വീഡിയോയുടെ ഫാനാണ്, അവൻ കാണും. പക്ഷെ അവനോട് ഞാൻ പറയാം, എടാ നീ സ്കിപ്പ് അടിച്ച് കാണടാ, നിന്നെക്കൊണ്ട് മൊത്തം എന്തായാലും കണ്ടിരുത്താൻ ഒക്കത്തില്ല. കാരണം ഇത് ഭയങ്കര ലോങ് ആയിരിക്കും. ഞാനിപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ 1 മണിക്കൂറോളമായി. ഞാൻ മടുത്തത്. ഇനി ഗ്രാനി കമ്പാക്കൊന്നും ഇല്ല ഗൈസ്. ഗ്രാനി ഞാൻ നിർത്തുവാണ്, മടുത്ത് ഞാൻ എന്ന് പറയണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം ഗൈസ്. എന്നാലും ഞാൻ പറയത്തില്ല ഗൈസ്, ചലഞ്ച് നമ്മൾ ചലഞ്ചായിട്ട് എടുക്കുന്നു ഗൈസ്. ഇനിയും നമ്മൾ കളിക്കും ഗൈസ്. ഇത് തോറ്റാലും എനിക്കൊരു വിഷമവും ഇല്ല. ഇനിയും ഞങ്ങൾ കളിക്കും. ഞങ്ങളല്ല നമ്മളല്ല ഞാൻ. അയ്യോ ഞാനല്ല, ഞാൻ തന്നെ. ഇലക്ട്രിക് സ്വിച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ അവിടെ കൊണ്ടിട്ട് തിരികാം. എന്നിട്ട് നേരെ ട്രെയിൻ കീ എടുത്തുകൊണ്ട് വരാം, പോകാം. ട്രെയിൻ കീ അത്രേ ഉള്ളെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഉണ്ടെങ്കിൽ ഗൈസ്, ഇനി എനിക്ക് വയ്യ, മടുത്ത്. മടുക്കൽ അറ്റ് ഇറ്റ്സ് പീക്ക്. എടുത്ത്. ഇനി എന്തുവാ, ഞാനൊന്ന് കയറി ഇരുന്ന് നോക്കട്ടെ ഗൈസ്. ട്രെയിൻ കീ എന്തോ വേണ്ടതെന്ന് നോക്കാനായിരുന്നു. ട്രെയിനിനകത്ത് ഇനി വേണ്ടത് അതിനിടെ ട്രെയിൻ കീ, അത്രയോടെ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നും പറഞ്ഞില്ല. അതിനിടെ വേറെ ഒന്നും പറഞ്ഞില്ല. അതിനിടെ വേറെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആ വെപ്പണൊന്ന് വെപ്പണ. ചത്ത് 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 ചത്ത്. ഓടറ 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 ഗൈസ്. എൻ്റെ റിഫ്ലക്സ് ഗൈസ്, ഞാൻ കറക്റ്റ് അത് കണ്ടപ്പോൾ, ഗ്രാനിയുടെ തലവട്ടം കണ്ടപ്പോഴേ ഞാൻ അപ്പോഴേ അവിടുന്ന് വെട്ടിച്ച്. ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വരണ്ടയാണ്. അമ്മച്ചി വരുമോ? കണ്ട് അമ്മച്ചി പോട്ടെ. അമ്മച്ചി കൊച്ചുമാങ്ങെത്തി എവിടെ എവിടെ? ജസ്റ്റ് മിസ് കേസ്. ഇനി ആ ട്രെയിൻ കീ കൂടെ വെച്ച് തിരികിയാൽ മതി. തീർന്നു. ഗ്രാനി 3. ട്രെയിൻ കീ ട്രെയിൻ കീ ട്രെയിൻ കീ. അടുക്കള വരെ ഒന്ന് എത്തിയാൽ മതി. ഇടിക്കള ജോസ് അടുക്കളയിലല്ലായിരുന്നു അല്ലേ? എടാ ട്രെയിൻ കീ ഗൈസ്, ട്രെയിൻ കീ മറന്നുപോയി. അയ്യോ ഗൈസ്, ഒരു സത്യം പറയട്ടെ, ട്രെയിൻ കീ എവിടെയായിരുന്നത് ഗൈസ്? ട്രെയിൻ കീ എവിടെയായിരുന്നു? സത്യമായിട്ട് മറന്നുപോയി. അയ്യോ, ഇത്ര നേരം കളിച്ചെല്ലാം വേസ്റ്റായി ഗൈസ്, തീർന്നു. ട്രെയിൻ കീ എവിടെയെന്ന് മറന്നുപോയി. എവിടെയായിരുന്നു? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇല്ല ഗൈസ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2nd ഫ്ലോറിൽ ചെന്ന് അന്വേഷിക്കാം. 2nd ഫ്ലോറിൽ പെട്ടെന്നൊന്ന് പോടാ. തള്ള 2nd ഫ്ലോറിൽ വരുന്നതിന് മുന്നേ പെട്ടെന്ന് പോന്നീ. അതൊന്നും ട്രെയിൻ കീ അല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ട്രെയിൻ കീ ആയാൽ മതിയായിരുന്നു എന്തേലും. അല്ലടാ അല്ല ഗൈസ്, ട്രെയിൻ കീ എവിടെയാണ് ഗൈസ്? കിളവൻ കിടന്ന് ഒരേ ഉറക്കം. എവിടെ ഗൈസ് എൻ്റെ ട്രെയിൻ കീ? മറന്നുപോയി. അയ്യോ ഗൈസ്, ടെൻഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. ട്രെയിൻ കീ ഇവിടെ ഇല്ലേ? ഇവിടെ നീ എടുത്തായിരുന്നു കാക്കേനെ പിടിച്ചു വന്നിട്ട്. എവിടെടാ എൻ്റെ ട്രെയിൻ കീ പോയെന്ന് മാത്രം പറയല്ലേ. അയ്യോ ഗൈസ്, താഴെ ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ടെഡി ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഇവിടെ ഇല്ല ഗൈസ്. തള്ള അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ താഴോട്ട് വിടാം. ഷെഡിൻ്റെ അവിടെ എങ്ങനെയൊക്കെ പോയി നോക്കാം ഗൈസ്. ട്രെയിൻ കീ മറന്നുപോയി. അയ്യോ ഗൈസ്, ഇതിലും വലിയൊരു മണ്ടൻ ഈ ലോകത്തില്ല ഗൈസ്. ഞാൻ ഇത്രയും കളിച്ച് കഷ്ടപ്പെട്ടിട്ട് ട്രെയിൻ കീ എന്നുള്ള ഒരൊറ്റ പേര് കളി നോക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്.
ഇനി ട്രെയിൻ കീ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ തോറ്റിട്ട് ഇനി ഇത്രയും കളിച്ചതിനൊന്നും ഒരു കാര്യമില്ല ഗൈസ്. പിന്നെ മറ്റേ എസ്കേപ്പ് ചെയ്യാൻ ട്രെയിൻ കീ ആവണേ അത്. ആ ഷെഡ് കീ ഇടങ്ങാൻ ഷെഡ് കീ അല്ലേ? ട്രെയിൻ കീ അല്ലത്. ഇത് ട്രെയിൻ കീ അല്ല ഗൈസ്. ട്രെയിൻ കീ എവിടെ ഇട്ടെന്ന് മറന്നുപോയി. ഫ്രണ്ടിലില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ഇലക്ട്രിക് സ്വിച്ച് എടുത്തപ്പോൾ അവിടെ കണ്ടില്ല. നോക്കട്ടെ ഗൈസ് ഒന്നുകൂടെ ചെന്ന്. ട്രെയിൻ കീ 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 ട്രെയിൻ ക്രീ 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 അല്ല ട്രെയിൻ ക്രീ അല്ല ട്രെയിൻ ക്രീം അല്ല ട്രെയിൻ കീ ഗൈസ്. വേറെ എവിടെ ഇല്ല ഗൈസ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഫൈറ്റ് ടു ഡെത്ത് ഗൈസ്. ട്രെയിൻ കീ എവിടെയെന്ന് മറന്നും പോയി. താഴെ ഉണ്ടോ ട്രെയിൻ കീ? അയ്യോ ലാഗ് അടിക്കുന്നു ഗൈസ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ? അതുകൊണ്ട് കല്ല് പറക്കാം ഗൈസ്. കല്ല് 3 കല്ലാക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ 3 കല്ല് കളക്ട് ചെയ്തിട്ടുണ്ട്. അമ്മാമ്മ ദോ പോന്നു. അമ്മാമ്മേനെ ഹെഡ്ഷോട്ട് അടിച്ചിടണം. ചത്ത്. ഞാൻ കിളവനോടെ വരണം. താൻ വാടോ. തന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല. മുട്ടത്തല അടിക്കാൻ പൊളിച്ചു. അല്ല പിന്നെ 2 ഉണ്ടയൊക്കെ അങ്ങ് കാട്ടിപ്പോയി കളഞ്ഞു ഗൈസ്. എവിടെയാ ഗൈസ്? എൻ്റെ ട്രെയിൻ കീ പോലെ ദൈവമേ. പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇത്രയും നേരം കളിച്ചെല്ലാം വേസ്റ്റ് ഗൈസ്. ട്രെയിൻ കീ കിട്ടി. ട്രെയിൻ കീ കിട്ടി ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ എസ്കേപ്പ് ആവാൻ പോവാണോ? ആണോ? എസ്കേപ്പ് ആവാൻ പോവാണെങ്കിൽ ഗൈസ് നമ്മൾ ലാസ്റ്റ് അപ്പാപ്പനെ അമ്മൂമ്മ അടിച്ചിട്ട് എസ്കേപ്പ് ആയി ഗൈസ്. മാൻ ഗൈസ് നമ്മുടെ ഹാർഡ് വർക്കിന് ഫലം കണ്ടു ഗൈസ്. ഫൈനലി ട്രെയിൻ എസ്കേപ്പ് ഗൈസ്. ഇടിച്ച് പൊളിക്കടാ ഗൈസ്. സന്തോഷമായിട്ട് സ്പീക്ക് ഗൈസ്. ഇനി ഇത് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഗൈസ്. ഞാൻ താഴെ ഇട്ടിട്ട് ട്രെയിൻ കീ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാ ഗൈസ്. ഇനിയും നമ്മൾ ഗിരാനി കളിക്കുന്നതായിരിക്കും ഗൈസ്. എത്ര സമയം എടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 2 മണിക്കൂർ കൊണ്ടാണ് ഗൈസ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾ കൂടിപ്പോയ ഒരു 50 മിനിറ്റോ 30 മിനിറ്റോ കാണാൻ സാധ്യതയുണ്ട് ഗൈസ്. 30 മിനിറ്റ് അല്ല ഫൈനലി ഗൈസ് നമ്മൾ ഗ്രാനി 3 അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തേക്കാണ് ഗൈസ്. ഇനിയിപ്പം ഗ്രാനി 3യുടെ വീഡിയോസ് കുറവായിരിക്കും. കാരണം ഇനി എന്തിനാണ് ഗൈസ് ഗ്രാനി 3? കാരണം നമ്മൾ ഗ്രാനി 3 എല്ലാ എസ്കേപ്പും കംപ്ലീറ്റ് ആക്കി. ആകെ 2 എസ്കേപ്പേ ഉള്ളൂ. 1 ഗേറ്റ് എസ്കേപ്പും 2 ഈ ട്രെയിൻ എസ്കേപ്പും. നമ്മൾ 2ഉം കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇനി എന്തിനാണ് ഗൈസ്? നമ്മൾ കളിക്കാം ഇടയ്ക്ക്. എക്സ്ട്രീം മോഡൊക്കെ നമുക്ക് എടുത്തിട്ട് കീച്ചാം ഗൈസ്. അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരും ലൈക്ക് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അങ്ങനെ ലൈക്ക് ബട്ടൺ ഇടിച്ച് പൊട്ടിക്കുക ഗൈസ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് ആരും വീഡിയോ കാണൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവുള്ളൂ ഗൈസ്. എസ്കേപ്പ് ചെയ്തു നമ്മൾ ട്രെയിൻ എസ്കേപ്പ്. നിങ്ങൾ ദയവ് ചെയ്ത സബ്സ്ക്രൈബ് ബട്ടൺ ഇടിച്ച് പൊട്ടിക്കുക. ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് പിന്നെ കാണാം ഗൈസ്. പിന്നല്ല നമുക്ക് എന്തായാലും കാണാം. ഇനി വീഡിയോസിലൂടെ കാണാം. അതായത് അടുത്ത ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്രാനി 2ഓ 1ഓ ചെയ്യാനാണ് ഗൈസ്. അപ്പം അടുത്ത ഏത് ഗെയിം വേണമെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം ഷെയർ ചെയ്യൂ. ഓക്കെ ടാറ്റ ബൈ ബൈ.